വിവോയുടെ വിവോ പാഡ് 4 Pro എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ പാഡ് 4 Pro എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ പാഡ് 4 Proയിൽ 13 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം അത്യാവശ്യം വലിയൊരു സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 3.1K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല റെസൊല്യൂഷനും വരും. പിന്നെ LCD പാനൽ ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സറൊക്കെ വരുമെങ്കിലും അമ്മല്ല ഡിസ്പ്ലേ വരാൻ സാധ്യതയില്ല. പിന്നെ 120 Hz റീഫ്രഷ് റേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ 144 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു ടാബിൽ വന്നേക്കാം. പിന്നെ പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9400 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് MediaTekന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള മികച്ച പെർഫോമൻസ് ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ടാബ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആയിരിക്കും. പിന്നെ ടാബിൽ 8GB റാം വെർഷനും 12GB റാം വെർഷനും അതുപോലെ തന്നെ 16GB റാം വെർഷനും വന്നേക്കാം. 512GB ഇന്റേണൽ വരെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ കുറഞ്ഞത് ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് എങ്കിലും വരുന്നതായിരിക്കും. ചിലപ്പം അതിലും കൂടുതൽ സ്പീക്കേഴ്സും ഉണ്ടായേക്കാം. Android 15 ബേസ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. 13 MP ഒരു ക്യാമറ സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അപ്പോൾ ഫോണുകളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ അത്രയ്ക്ക് ആവശ്യമുള്ളൂ. ടാബ് എന്ന് പറയുന്നത് പൊതുവെ ഒരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഓക്കെ ആണ് എന്ന് പറയാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 12000 mAh ബാറ്ററി ഈ ടാബിൽ വരുന്നതായിരിക്കും. വളരെ കൂടിയ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. അത് നല്ലൊരു കാര്യമാണ്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. അത് നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു ടാബിൽ വരും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. മിക്കവാറും ആദ്യം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുക. അടുത്ത് തന്നെ ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തേക്കാം. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇന്ത്യ പോലുള്ള മാർക്കറ്റുകളിലോട്ടൊക്കെ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ വരിക. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 50,000 to 60,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു പ്രൈസിങ്ങിൽ ലോഞ്ച് ചെയ്തേക്കാം. കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലായിരിക്കും ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുക. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിവോയുടെ വിവോ പാഡ് 4 Pro എന്ന പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.